മമ്മ തൻ്റെ ശരീരം ഉപേക്ഷിച്ച ശേഷം ഉച്ച കഴിഞ്ഞ് ബാബയ്ക്ക് ഇപ്പോൾ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു. എല്ലാവരെയും അറിയിക്കാനും അതേസമയം തന്നെ തൻ്റെ കുട്ടികൾ സ്ഥിരതയോടെ ഈ സാഹചര്യത്തിൽ ഇരിക്കുന്നത് ഉറപ്പാക്കാനും ബാബയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ബാബ ഈ സന്ദേശം തൻ്റെ എല്ലാ കുട്ടികൾക്കും അദ്വിതീയവും അലൗകികവുമായ രീതിയിൽ കൈമാറാൻ തീരുമാനിച്ചു. ബാബ എല്ലാ കുട്ടികളോടും ഇങ്ങനെ അറിയിച്ചു: താങ്കൾ എല്ലാ കുട്ടികളും ഏകാന്തതയിൽ കഴിയുകയും മമ്മയ്ക്ക് വേണ്ടി തീവ്രമായ ഒരു ഭക്തി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ, അതേസമയം ഇത് ഉറപ്പാക്കിയിരിക്കണം, നിങ്ങളുടെ മനസ്സിൽ മറ്റ് പാഴ്ചിന്തകളോ ചോദ്യങ്ങളോ ഉണ്ടാവരുത്. എങ്കിൽ ബാബ മമ്മയുടെ ആത്മാവിനെ ഈ ശരീരത്തിലേക്ക് തിരികെ കൊണ്ടുവരും. മമ്മയുടെ ഭൗതിക ശരീരം ആ സമയത്ത് യോഗ ഹാളിൽ വെച്ചിരിക്കുകയായിരുന്നു. എല്ലാ കുട്ടികളും തങ്ങളുടെ തീവ്രമായ ശക്തിയോടെ മമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള സ്മരണകളോടെ ഏകാന്തതയിൽ ഇരുന്നു. എന്നാൽ വാസ്തവത്തിൽ ബാബ ഈ അവസ്ഥയിൽ നിന്ന് തൻ്റെ കുട്ടികളെ യുക്തിയുക്തമാക്കി കടന്നു പോകാൻ അനുവദിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത്. യോഗ ഹാളിൻ്റെ അന്തരീക്ഷം മമ്മയോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ ശക്തി നിറഞ്ഞിരുന്നു. വിഷമത്തിൻ്റെയോ നിരാശയുടെയോ അലകൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അമൃതവേള കഴിഞ്ഞ ഉടനെ മമ്മയുടെ പാർട്ടിനെക്കുറിച്ച് ബാബയിൽ നിന്ന് ഉയർന്ന വാക്കുകൾ കേൾക്കാൻ നിരവധി കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ബ്രഹ്മബാബ തൻ്റെ എല്ലാ കുട്ടികളോടും പറഞ്ഞു: മധുരമായ കുട്ടികൾ, നാടകത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നിരീക്ഷിച്ച് മുന്നോട്ടു പോവുക. നിങ്ങളുടെ ബുദ്ധിയുടെ ചരട് ബാബയ്ക്ക് നൽകുക. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും മമ്മയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും അവർ ലോകമാതാവായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അവർ എൻ്റെയും അമ്മയായിരുന്നു. ശരിക്കും വിചാരിക്കുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ദുഃഖിതനാകേണ്ടത്. കാരണം അവർ എൻ്റെ അമ്മ മാത്രമായിരുന്നില്ല. ശിവബാബയുടെ ലോകസേവനത്തിന് ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിരുന്ന, സഹകരണം തന്ന ആൾ കൂടെ ആയിരുന്നു. എന്നിരുന്നാലും ഈ യാഗം സ്ഥാപിച്ചത് ശിവബാബയാണ് എന്നുള്ളത് നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഈ യാഗം എങ്ങനെ തുടരണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. നമ്മൾ വെറും നിരീക്ഷകരായി ഇരിക്കുകയാണ് വേണ്ടത്. या